അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ. സദഖല്ലാഹു മൗലാനൽ അലിയ്യുൽ അലീം. ഇന്നലെയും മിനിഞ്ഞാന്നുമായി വിശുദ്ധമായ നോമ്പ് തഖ്വയിലധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നിർബന്ധമാക്കിയത് എന്നതിലധിഷ്ഠിതമായ ചില സംഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇന്ന് ഞാൻ ഓതിവെച്ച ആയത്ത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ. ഒരാൾ അല്ലാഹുവിന് തഖ്വയുള്ളവനായി ജീവിച്ചാൽ യജ്അൽ ലഹു മഖറജ, അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമായി തീരുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നതാണ്. എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരമാണ് തഖ്വയുള്ളതോടുകൂടെ ജീവിക്കുക എന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധമായ റമദാൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഇതിൻ്റെ പ്രാരംഭം കടന്നുപോയത്. ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 26 വർഷത്തോളമായിട്ട് കേരളം അനുഭവിക്കുന്ന ഏറ്റവും ഉയർന്ന ഡിഗ്രിയിലുള്ള ഭൗമ താപം, ചൂട്, അതൊരു പരിധിവരെ നമ്മുടെ നോമ്പിന് പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇസ്രായേൽ ഫലസ്തീനിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ട് റമദാൻ 1 മുതൽ അതിൻ്റെ രണ്ടാമതും അല്ലെങ്കിൽ തുടർന്നുള്ള വീണ്ടുമുള്ള ക്രൂരമായ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ റമദാൻ 1 മുതൽ തന്നെ 4 വർഷത്തോളമായി പാർലമെൻറ്റിൽ ചുട്ടെടുക്കുന്ന CAA എന്ന് പറയുന്ന കരിനിയമം അത് വീണ്ടും ചർച്ചയാവുകയും ഏതിൻ്റെ പേരിലാണെങ്കിലും ചിലപ്പോഴെങ്കിലും വിഷമമുണ്ടാക്കുന്ന ചില വാർത്തകളും ചില സംഭവങ്ങളും അതിൻ്റെ പേരിൽ നമുക്ക് കേൾക്കേണ്ടി വരികയും ചെയ്തു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ചരിത്രത്തിൻ്റെ പുതിയ അധ്യായങ്ങളല്ല. ഇങ്ങനെ പ്രതിസന്ധികൾ മുസ്ലിമീങ്ങൾക്കുണ്ടാവുക എന്നുള്ളത് ചരിത്രത്തിലെ പുതിയ അധ്യായമല്ല. ചരിത്ര നാൾവഴികളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരുപാട് അധ്യായങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവിടെയൊക്കെ വിശ്വാസികൾ രക്ഷ നേടിയത് തഖ്വയുള്ളവരായതുകൊണ്ടാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുടെ 2-ാം വർഷം, മദീനയിലേക്ക് വന്നതിൻ്റെ 2-ാം വർഷം, ഒരു ശഅബാനിലാണ് വിശുദ്ധ റമദാൻ ജീവിതത്തിൽ ആദ്യമായി നിർബന്ധമാക്കപ്പെടുന്നത്. കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഉത്തരവ് ഇറങ്ങുന്നത് അന്നാണ്. യഥാർത്ഥത്തിൽ ആ ഒരു റമദാനിൽ തന്നെ പ്രതിസന്ധിയുടെ റമദാനായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്കുള്ള വരവ് മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം വൻ ആരവമായിരുന്നു. സ്വീകരണവും എൻ്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഓരോ അൻസാരിയുടെയും ക്ഷണവും എല്ലാം കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി അവർ വരവേറ്റു. ഇതിനിടയിലും ഈ ആഗമനത്തെ വെറുക്കുന്ന അല്ലെങ്കിൽ ഈ ആഗമനം ഇഷ്ടപ്പെടാത്ത ചില വ്യക്തിത്വങ്ങൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതിലേറ്റവും വലിയ ഒരു വിരോധിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സലൂൽ. അബ്ദുല്ലാഹി ഉബയ്യ് സലൂൽ എന്ന് പറയുന്ന മുനാഫിഖുകളുടെ നേതാവ്. അയാളത് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം മദീനയുടെ വരാൻ പോകുന്ന ഭരണാധികാരിയായി വാഴാനുള്ളയാളായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം. അതുകൊണ്ട് തന്നെ മദീനക്കാരുടെ ഈ ആരവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഈ ഒരു ആദരവ്, നബിക്ക് കിട്ടുന്ന ഈ ഒരു സ്വീകരണം, അത് പലപ്പോഴും വരാനിരിക്കുന്ന തങ്ങളുടെ ഭരണത്തകർച്ചയ്ക്ക് കാരണമായി പോകുമോ എന്നൊരു വല്ലാത്ത ഭയം അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിൻ്റെ മനസ്സിൽ അത് കുടികൊണ്ടു. യഥാർത്ഥത്തിൽ മക്കയെ സംബന്ധിച്ചിടത്തോളം പൊറുതിമുട്ടിയാണ് മദീനയിലേക്ക് പലായനം ചെയ്തുകൊണ്ട് അഭയാർത്ഥികളായി മദീനയിലേക്ക് വരുന്നത്. എന്നിട്ടും കലിതീരാത്ത ഖുറൈശികൾ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞ്
അബ്ദുല്ലാഹിബ്നു സലൂലിന് ഒരു കത്തെഴുതി. എന്താ കത്തിലുള്ളത്? ആ കത്തിലുള്ളത് ഇങ്ങനെയാണ്: വേണമെങ്കിൽ ഞങ്ങളുടെ നാട്ടുകാരൻ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, വേണമെങ്കിൽ അദ്ദേഹത്തെ തുരത്താൻ വേണ്ടി ഏത് വിധേനയും നിങ്ങൾക്ക് സഹായഹസ്തവുമായി ഞങ്ങൾ വരാൻ സന്നദ്ധരാണ്. നിങ്ങളുടെ നാട്ടിലെ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അതുകൊണ്ട് വേണമെങ്കിൽ വിവരമൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഖുറൈശികളുടെ ഒരു ഹെൽപ്പും അബ്ദുല്ലാഹിബ്നു ഉബൈ സലൂലിന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഇദ്ദേഹം, മുനാഫിക്കുകളുടെ നേതാവായി ഇദ്ദേഹം ഒരു സമരത്തിന് വരെ പുറപ്പെടാൻ വേണ്ടി സന്നാഹങ്ങളോടുകൂടി ഒരുങ്ങി തയ്യാറായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹിബ്നു ഉബൈ സലൂലിനോട് ഖുറൈശികളുടെ ചൈതികളെപ്പറ്റിയും അവരുടെ ചതികളെപ്പറ്റിയും പൂർണ്ണമായി വിവരിച്ചു കൊടുത്തപ്പോൾ ഒരു സമരമുഖത്തേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. പക്ഷേ പിന്നീടും നബിക്ക് ശേഷം മക്കയിൽ അവശേഷിക്കുന്ന ഏതാനും ചില മുഹാജിറുകളായ പലായനം ചെയ്തു വരേണ്ട മുസ്ലിമീങ്ങൾ അവരിനിയും വരാനാണ്. അവർ ഓരോരുത്തരും കൂട്ടം കൂട്ടമായി പലായനം ചെയ്തു വരുമ്പോൾ അവരെയൊക്കെ ഭീഷണിപ്പെടുത്തലുകളും ആക്രമിക്കലുകളും അതേപോലെ തന്നെ അവരെ നാടുകടത്തുന്നതിനുള്ള വ്യഗ്രതയുമൊക്കെ ഖുറൈശികൾക്ക് കൂടിക്കൊണ്ടേയിരുന്നു. സഹിക്കവയ്യാതെ ആ റമദാനിൽ തന്നെ ഹിജ്റ 2-ാം വർഷം വിശുദ്ധമായ ഷഅബാൻ മാസത്തിൽ നിർബന്ധമാക്കപ്പെട്ട ആദ്യ റമദാൻ, ആ റമദാനിൽ തന്നെ ഒരു സമരമുഖം നേരിടേണ്ടി വരികയുണ്ടായി. അത് പ്രതിസന്ധിയുടെ ഒരുപാട് ഘട്ടങ്ങളായിരുന്നു. അത് ഒന്നാമതായി ശത്രുപക്ഷത്തുള്ളത് ആയിരക്കണക്കിന് സായുധരായ വൻ സന്നാഹങ്ങളോടുകൂടെയുള്ള അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാത്തിനും കഴിവുള്ള ഒരു പറ്റം ആയുധധാരികളായ സംഘമാണ് മറുപക്ഷത്തുള്ളത്. ഇപ്പുറത്തുള്ളത് നിരായുധരായ ആയുധങ്ങളില്ലാത്ത പശിയടക്കിയിട്ട് മാസങ്ങളോ ദിവസങ്ങളോ ആയ, പലപ്പോഴും അവരുടെ വിസർജ്യത്തെക്കുറിച്ച് ചരിത്രങ്ങളിൽ പറയുന്നത് ആടുകൾ വിസർജിക്കുന്നത് പോലെ മണിമണികളായിട്ടായിരുന്നു എന്നായിരുന്നു. അത്രയും പട്ടിണിപ്പാവങ്ങളായ 313 സഹാബ ഒരു സമരമുഖം നേരിടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ നാം അവരനുഭവിച്ച പ്രതിസന്ധിയുടെ 1% പോലും പ്രതിസന്ധി നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ അവിടെ ബദറിൻ്റെ രണാങ്കണത്തിൽ അന്ന് മുസ്ലിമീങ്ങൾക്ക് വൻ വിജയം കരഗതമാക്കാൻ കഴിഞ്ഞു. കാരണം എന്തേ? അവിടെ ബി അൽഫിൻ മിനൽ മലായിക്കത്തി മുർദിഫീൻ, അല്ലാഹു തആല മലക്കുകളെ ഇറക്കി സഹായിച്ചു. അതിൻ്റെ കാരണം എന്താ? ഒന്ന്, അവർ ശുദ്ധന്മാരായ ആളുകളായിരുന്നു, തെറ്റുകാരായിരുന്നില്ല. മറ്റൊരുത്തനെ വഞ്ചിക്കണമെന്നോ മറ്റൊരുത്തനെ പരാജയപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ മുതൽ അപഹരിക്കണമെന്നോ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ബദർ ഒരു പ്രതിരോധ സമരമായിരുന്നു. നിർവാഹമില്ലാത്തതിൻ്റെ പേരിൽ സ്വന്തം നാട്ടിൽ നിന്ന് നാടും വീടും കുടുംബവും വിട്ടെറിഞ്ഞ് മറ്റൊരു നാട്ടുകാർ നൽകിയ അഭയസ്ഥാനത്തേക്ക് അഭയാർത്ഥികളായി വന്നിട്ട് അവിടെയും നല്ല രീതിയിൽ നിലനിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ, പ്രതികരിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ പ്രതികരിച്ചു പോയതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഫലസ്തീനുകളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ മുസ്ലിമീങ്ങളായ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് രാവിലെ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് അത്താഴം കഴിച്ച് നോമ്പ് പിടിക്കുമ്പോൾ സന്ധ്യാസമയത്ത് വൈകുന്നേര സമയത്ത് അതിലേറെ സുഭിക്ഷമായ ഭക്ഷണങ്ങളെ കൊണ്ട് നാം നോമ്പ് തുറക്കുമ്പോൾ ഏതാണ് ശരീരത്തിന് ഏറ്റവും പ്രയോജനകരമായ ഫുഡെന്ന് നമ്മൾ മീഡിയകളിലൂടെ തപ്പി നടക്കുമ്പോൾ പാവപ്പെട്ട ഫലസ്തീനികൾ ഒരുമിച്ച് കൂടുന്നത്, കിടന്നുറങ്ങുന്നത് പൊളിഞ്ഞു വീണ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിലാണ്. അവർ നോമ്പ് പിടിക്കുന്നത് പട്ടിണിയിലാണ്, നോമ്പ് തുറക്കുന്നത് വെറും പച്ചവെള്ളത്തിലാണ്. സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കഴിക്കുന്ന നമുക്ക് അതിൻ്റെ ഒരു വിഷമവും പ്രതിസന്ധിയും മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ അവരുടെ വായകളിൽ നിന്ന്, നാവുകളിൽ നിന്ന് ഉരുവിടുന്ന ഓരോ വചനങ്ങളും അവരുടെ മനസ്സകങ്ങളിലെ തഖ്വകളെ ശരിക്ക് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. അവരെ വിജയിക്കൂ. കാരണം എന്തേ? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ഏതു പ്രതിസന്ധിയെയും മുസ്ലിമിന് മറികടക്കാൻ
തഖ്വ കൊണ്ട് മാത്രമേ കഴിയൂ എന്നതാണ് അതിൻ്റെ അർത്ഥം. ശത്രുക്കളോട് പോലും നേരിടുന്ന സമയത്ത് ഒരിക്കലും തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു രൂപത്തിൽ നിന്ന് പിന്മാറരുത് എന്ന് മഹാന്മാരായ ആളുകൾ അവിടുത്തെ അണികൾക്ക് നൽകിയ സന്ദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അവിടുത്തെ മകന് നൽകിയ ഒരുപാട് ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ മഹാനവറുകൾ നൽകിയ വളരെ പ്രശസ്തമായ ഒരു ഉപദേശം ഇതാണ്: ഇന്ന ദുന്യ ബഹ്റുൻ അമീഖ്, ദുന്യാവെന്നുള്ളത് ഒരു ആഴക്കടലാണ്. വഖദ് ഗറഫത് ഫീഹ നാസുൻ കസീറുൻ, ആ ആഴക്കടലിൽ ഒരുപാട് ജനങ്ങൾ മുങ്ങിത്താവുന്നു. വജഅല സഫീനത്തു ഫീഹ തഖ്വല്ലാഹ്, അതിലെ കപ്പൽ, അതിലെ രക്ഷാനൗക അത് തഖ്വല്ലയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ഹലാലായത് മാത്രം എടുത്ത് ഹറാമ് മുഴുവനും വർജിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതിലെ രക്ഷാനൗക. ഇന്നമാ ഷറഫുൽ ഇൽമി ലികൗനിഹി വസീലത്തുൻ ഇല തഖ്വ, അറിവിന് പ്രാധാന്യം ഇസ്ലാമിൽ ഉണ്ടായത് തന്നെ 1000 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു സൂഫിയേക്കാൾ, അല്ലെങ്കിൽ 1000 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി സമയം മാറ്റി വെക്കുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ് ഒരധ്യായം ഇൽമു പഠിക്കുന്നത് എന്നൊരാശയത്തിലേക്ക് ഇസ്ലാം എത്താനുള്ള കാരണം മറ്റൊന്നുമല്ല. ഇൽമ് എന്നത് വസീലത്തുൻ ഇല തഖ്വ, തഖ്വയിലേക്കുള്ള ഒരു മാധ്യമമാണ്. അതുകൊണ്ടാണ് അല്ലദി ഇസ്തഹഖൽ ഖറാമത്തു ഇൻദല്ലാഹി വസ്സആദത്തുൽ അബദിയ, തീർച്ചയായിട്ടും ശാശ്വതമായ വിജയം അത് നിലനിന്നു പോകുന്നത് തഖ്വയുള്ള ഒരു സമൂഹത്തിലാണ്. അതാണ് ബദറിൽ നാം കണ്ടത്. ഇനി ഏതു പ്രതിസന്ധികൾ ഈ സമുദായം നേരിടേണ്ടി വന്നാലും അത് മുഴുവനും മറികടക്കാൻ മുസ്ലിം ഉണ്ടാവേണ്ടത് അക്രമരഹിതമായ ഒരു ജീവിതമാർഗം മാത്രമാണ്. അതേപോലെ തന്നെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് നൽകിയ അനുവദനീയമായ മാർഗങ്ങളിലൂടെയുള്ള കഴിഞ്ഞകാല മഹാരഥന്മാരുടെ പാത അനുധാവനം ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിത രീതി അതുമാത്രമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സൈന്യത്തെ ഒരു ധർമ്മസമരത്തിന് വേണ്ടി പറഞ്ഞയക്കുന്ന സമയത്ത് ആ സൈന്യത്തോട് നൽകിയ വലിയ ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശവും നമുക്ക് സാന്ദർഭികമായി ഒരുപാട് നല്ല സന്ദേശങ്ങൾ നൽകുന്ന ഉപദേശമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സൈന്യത്തോട് പറഞ്ഞു: ഇന്നി ആമുറുക വമൻ മഅക ബിത്തഖ്വല്ലാഹി അലാ കുല്ലി ഹാൽ. ഞാൻ സൈന്യാധിപനോട്, യുദ്ധത്തിൻ്റെ കമാൻഡറെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നോട് നൽകുന്നൊരൊറ്റ ഉപദേശമാണ്. അതേപോലെ തന്നെ നിന്റെ കൂടെ സമരത്തിനിറങ്ങുന്ന സൈന്യത്തോടും നൽകുന്നത് ഒരൊറ്റ ഉപദേശമാണ്. അതെന്താ? ബിത്തഖ്വല്ലാഹി അലാ കുല്ലി ഹാൽ. ഏത് പ്രതിസന്ധി വന്നാലും തഖ്വ നീ കൈവിടാൻ പാടില്ല. ഫഇന്ന തഖ്വല്ലാഹി അഫ്ളലുൽ ഇദ്ദത്തി അലൽ അദുവ്വ്. ഒരു ശത്രുവിനെതിരിൽ ഒരുങ്ങേണ്ട ഏറ്റവും വലിയ സന്നാഹം അത് തഖ്വയുള്ളവനായി മുസ്ലിം ജീവിക്കുക എന്നുള്ളതാണ്. അതേപോലെ വഅഖ്വൽ മഖീദത്തി ഫിൽ ഹർബി, യുദ്ധമുഖങ്ങളിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തന്ത്രം അത് തഖ്വയോടുകൂടെയുള്ള ജീവിതമാണ്. സത്യമേവ ജയതേ, സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. സത്യമല്ലാത്തതൊന്നും ലോകത്ത് ജയിച്ച ചരിത്രമില്ല. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ, ഹിറ്റ്ലറുടേതടക്കമുള്ള കൊടും വഞ്ചനയുടെ ഒരുപാട് ചരിത്രങ്ങളും അവരുടെ അപജയങ്ങളും ലോകം മൊത്തം കണ്ട് മടുത്തവരാണ്. അതുകൊണ്ടാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബുദ്ധിമാനായ ഖലീഫ, രാജാവ്, സൈന്യത്തിൻ്റെ കമാൻഡറെ വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ തഖ്വ മുറുകെ പിടിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം. എന്നിട്ട് പറഞ്ഞു, ആമുറുക വമൻ മഅക മിനൽ അജ്നാദ്, നിങ്ങളോടും നിങ്ങളെ സൈന്യത്തോടും ഞാൻ കൽപ്പിക്കുന്നു, ബിഅൻ യകൂനു അശദ്ദ ഇഹ്തിറാസൻ മിനൽ മആസി മിൻകും മിൻ അദുവ്വിക്കും. ഒരു കാരണവശാലും നിങ്ങളിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാൻ പാടില്ല, അതിക്രമങ്ങൾ സംഭവിക്കാൻ പാടില്ല. അത് ശത്രുപക്ഷത്തോടാണെങ്കിലും ശരി, ന്യായമായതെന്തോ അത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഫഇന്ന ദുനൂബൽ ഐശി അഖ്വഫു അലൈഹിം മിൻ അദുവ്വിഹിം.
മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ, ആ തെറ്റുകളാണ് ശത്രുവിനെ ഭയപ്പെടുന്നതിനേക്കാളും ഒരു മുസ്ലിം ഭയപ്പെടേണ്ടത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ബദർ യുദ്ധം, ആ രണാങ്കണം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടെ 1000 വരുന്ന സായുധരായ ആളുകളോട് നിരായുധരായ പട്ടിണിപ്പാവങ്ങളായ പട്ടിണിക്കോലങ്ങളായ സ്വഹാബത്തുൽ കിറാം സമരമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ആ ക്ഷീണിച്ച മുഖം നോക്കിയിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്, സ്വഹാബ, ഇപ്പം നമ്മൾ കഴിഞ്ഞത് ചെറിയ ഒരു സമരമാണ്, ഇനി വരാനിരിക്കുന്നത് വലിയ ഒരു സമരമാണ്. സഹാബത്താകെ പേടിച്ചുപോയി. 1000-ഓളം വരുന്ന ആയുധധാരികളോട്, അതേപോലെ തന്നെ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച, വയറ് നിറച്ച് കള്ളു കുടിച്ച് ആർത്തുല്ലസിച്ച് വരുന്നൊരു സമൂഹത്തോട് പട്ടിണിപ്പാവങ്ങൾ ചെയ്ത ഇനിയൊരു സമരത്തേക്കാൾ ഇനിയും ഇതിനേക്കാൾ വലിയൊരു സമരമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, അതേ സമരമുണ്ട്. ഏതാണ് സമരം? ഓരോരുത്തരും സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന സമരമാണ് സമരം. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞതുപോലെ, തഖ്വല്ലില്ലാഹി മദാറു കുല്ലി സഅദതി, അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളതാണ്, അള്ളാഹുവിനെ ഭയപ്പെടുത്തി ജീവിക്കുക എന്നുള്ളതാണ് എല്ലാ സഅദത്തിൻ്റെയും എല്ലാ വിജയത്തിൻ്റെയും നിദാനം. അത് പിന്നെ സ്വന്തം ശരീരത്തിൻ്റെ ആഗ്രഹത്തോടൊത്ത് തുള്ളുക എന്നുള്ളത്, ആഗ്രഹത്തിൻ്റെ പിറകിൽ പോവുക എന്നുള്ളത്, അത് റഅ്സു ശർരി ഹബായില, എല്ലാവിധ ഷർറിൻ്റെയും റഅ്സാണ്, ഹെഡാണ്, തലയാണെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓരോരുത്തരും സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ധർമ്മസമരം അതാണ് ഏറ്റവും വലുത്. അഥവാ പൈശാചികമായ ദുർബോധനങ്ങൾ, ആ ദുർബോധനങ്ങൾ വരുമ്പോൾ അതിനെ മറികടന്ന് നന്മയിലൂടെ മാത്രം സഞ്ചരിക്കാൻ ഒരു മുസ്ലിം കൈവരിക്കുന്ന ഒരു സാഹചര്യം, അതാണ് യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതാണ് ഇനി നിങ്ങൾ നേരിടാനുള്ള ഏറ്റവും വലിയ ഉപദേശം. ഒരിക്കലും നബി അവിടെ ഒരു ആയുധ ശേഖരണത്തെക്കുറിച്ചോ അക്രമികൾക്കെതിരിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള തന്ത്രങ്ങളെ മെനഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചോ അവിടെ നിന്ന് ഉപദേശിക്കുകയുണ്ടായിരുന്നില്ല. പിന്നെയോ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ, നാം സത്യസന്ധരായി ജീവിക്കുമ്പോൾ നമ്മോടൊപ്പം വിജയം വരും എന്നതാണ്. പോർച്ചുഗീസുകാരോടും അങ്ങനെ തുടങ്ങി ഇസ്ലാമിനെതിരിൽ ഉറഞ്ഞുതുള്ളിയ പിന്നെ ബ്രിട്ടീഷുകാരോടും എല്ലാവരോടും നമ്മുടെ മുൻഗാമികളുടെ നയം അതായിരുന്നു. തോക്കുകൾ കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ പ്രചരിക്കപ്പെട്ടതല്ല ഈ മതത്തിൻ്റെ ആശയങ്ങൾ. തോക്കും ആയുധവുമൊന്നും വിജയത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ആയുധങ്ങളുമല്ല. പിന്നെയോ സത്യവും അതേപോലെ തന്നെ ആശയവും ആദർശവുമാണ്. അത് നഷ്ടപ്പെട്ട ഒരു സമൂഹമായി നമ്മൾ മാറാൻ പാടില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൈന്യാധിപനോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ടത്, ശത്രുവിനേക്കാൾ ഭയപ്പെടേണ്ടത് സ്വന്തം അണികളിൽ നിന്നുള്ള തെറ്റിനെയാണ്. എന്നിട്ട് പറഞ്ഞു, വഇന്നമാ യൻസുറുൽ മുസ്ലിമൂന ബിമഅസിയതി അദുവ്വിഹിം അല്ലാഹ്, തീർച്ചയായിട്ടും മുസ്ലിമീങ്ങൾക്കെതിരിൽ ഏതെങ്കിലും ശത്രുക്കൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം നിദാനം ബിമഅസിയത്തില്ല, ശത്രുപക്ഷത്തു നിന്നും അള്ളാഹുവിനെതിരിൽ അല്ലെങ്കിൽ ധർമ്മത്തിനെതിരിൽ വരുന്ന അധാർമികമായ നിലപാടുകൾ, ആ നിലപാടുകൾ മാത്രമാണ് അവരുടെ പരാജയത്തിന് നിദാനം. ഇന്നും രാഷ്ട്രീയപരമായോ മറ്റേതെങ്കിലും വിധേനയായോ ഏതെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയുള്ള എന്തു പ്രചരണങ്ങളാണെങ്കിലും ശരി, അതൊക്കെ ഒരു വിഭാഗത്തിൻ്റെ താൽക്കാലികമായ വിജയത്തിന് നിദാനമാവാം. പക്ഷേ സ്ഥിരമായ വിജയം അത് സത്യസന്ധമായ ജീവിച്ചു കാണിക്കുന്നവർക്ക് മാത്രമേ കാണുകയുള്ളൂ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലൗലാ ദാലിക ലം തകുൻ ലനാ ബിഹിം ഖുവ്വ, തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ നിങ്ങൾക്കില്ലെങ്കിൽ നമുക്കത് അവർക്കെതിരിൽ നിങ്ങൾക്ക് യാതൊരു ശക്തിയും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അംഗസംഖ്യയിൽ നമ്മളും അവരും ഒരേപോലെയല്ല. വലാ ഇദ്ദത്തുനാക ഇദ്ദതിഹിം,
ഒരുങ്ങുന്ന സന്നാഹങ്ങളിൽ നമ്മളും അവരും ഒരേപോലെയല്ല. എത്രയോ മുകളിലാണ് അവർ അംഗസംഖ്യയിലും അതേപോലെ തന്നെ യുദ്ധസന്നാഹങ്ങളിലും. ഫൈനിസ്തബൈന ഫിൽ മാസിയത്തി, ഇനി അവരെ പോലെ നമ്മളും തെറ്റ് ചെയ്യുന്ന ഒരു വിഷയത്തിൽ ഒരേപോലെ ആവുകയാണെങ്കിലോ കാനലഹും ഫദ്ലുൻ അലൈന ബിൽ ഖുവ, പരിപൂർണമായ ശക്തി അവരാർജിച്ചെടുക്കും. എന്തേ കാരണം? സഭ്യന് അംഗസംഖ്യകളില്ലാത്ത, യുദ്ധസന്നാഹങ്ങളില്ലാത്ത, ആയുധശേഖരണങ്ങളുടെ പിൻബലമില്ലാത്ത ഒരു വിഭാഗം ആളുകൾ, അവർ യുദ്ധം ചെയ്യാൻ പോകുന്ന ശത്രുപക്ഷത്തിൻ്റെ തെറ്റുകളിൽ നിന്നും മുക്തരല്ലെങ്കിൽ ഒരു വിധത്തിലുള്ള ശക്തികൾ കൊണ്ടും നമ്മൾക്ക് വിജയിക്കാൻ കഴിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുകൊണ്ട് നമ്മുടെ ആയുധം അത് തഖ്വയാണ്, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഅലമു അന്ന അലൈക്കും ഫീ സിയരിക്കും ഹഫളത്തും മിനല്ലാഹ്, ഇങ്ങനെ നിങ്ങൾ ഈ ഒരു പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് റബ്ബിൻ്റെ കാവലുണ്ടാവും. അതാണ് കഴിഞ്ഞ കാലത്ത് നമ്മളെല്ലാവരും കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട അബൂദർദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖാല, അല്ലാഹു തആല പറഞ്ഞു, അനല്ലാഹ്, അല്ലാഹു പറയുന്നു, അനല്ലാഹ്, ഞാൻ ആണ് അല്ലാഹു, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ വേറൊരു ആരാധ്യനുമില്ല, മാലിക്കുൽ മുലൂക്കി വ മലിക്കുൽ മുലൂക്കി, ഞാനാണ് ഭരണാധികാരികളുടെ യജമാനൻ, ഞാനാണ് ഭരണാധികാരികളുടെ ഭരണാധികാരി, എനിക്കും ഇതേ ഒരു ഭരണാധികാരിയും പറക്കില്ല, ഞാനാണ് ഏറ്റവും വലിയ ഭരണാധികാരി. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഖുലൂബുൽ മുലൂക്കി ഫീ യദി, മുഴുവൻ ഭരണാധികാരികളുടെയും മനസ്സിൻ്റെ നിയന്ത്രണം അതെൻ്റെ കരങ്ങളിലാണ്, എല്ലാവരെയും നിയന്ത്രിക്കുന്നത് ഞാനാണ്. വൈന്നൽ ഇബാദ ഇദാ അതാഉനി, അടിമകൾ എനിക്ക് വഴിപ്പെട്ടുകൊണ്ട് ഹലാലായത് മാത്രം ചെയ്ത് ജീവിക്കുന്നുവെങ്കിൽ ഹവ്വലതു ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിർറഫത്തി വറഹ്മത്തി, അവരെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ മനസ്സിനെ അവരോട് സ്നേഹമുള്ളതാക്കി ഞാൻ മാറ്റും. അതുകൊണ്ട് ഭരണാധികാരികൾക്ക് ഭരണീയരോട് സ്നേഹമുണ്ടാവണമെങ്കിൽ അള്ളാഹു പറഞ്ഞൊരു ഡിമാൻഡ്, നിങ്ങൾ എനിക്ക് വഴിപ്പെടണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പാന്താവിലൂടെ ജീവിക്കണമെന്നാണ്. കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും ബ്രൗൺ ഷുഗറിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും അടിമകളായി ഏതെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ കൊടിയെടുത്ത് സിന്ദാബാദ് വിളിച്ചതുകൊണ്ട് ഒരുവിധ പരിഹാരവും ഭരണാധികാരികളിൽ നിന്നുള്ള ക്രൂര പീഡനങ്ങൾക്ക് ഈ സമൂഹത്തിന് ലഭിക്കില്ല. പിന്നെയോ ഉണ്ടാവേണ്ടത് തഖ്വയിൽ അധിഷ്ഠിതമായി എന്നും ജീവിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. വൈന്നൽ ഇബാദ ഇദാ അസൗനി, എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അടിമകൾ എനിക്ക് എതിര് പ്രവർത്തിച്ചാലോ ഹവ്വലത്ത് ഖുലൂബഹും അലൈഹിം, അവർക്കെതിരിൽ ഭരണാധികാരികളുടെ മനസ്സിനെ നമ്മൾ പ്രവർത്തിപ്പിക്കും. ബിസ്സഖ്തത്തി വന്നിഖമത്തി, അതെങ്ങനെ? ഭരണാധികാരികളുടെ വഴിയിൽ നിന്നും അവരുടെ ഭാഗത്തു നിന്നും ദേഷ്യവും അതേപോലെ തന്നെ പീഡനങ്ങളും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഫസാമൂഹും സുഅൽ അദാബ് ഫലാ തശ്ഗലു അൻഫുസകും ബിദ്ദുആഇ അലൽ മുലൂക്കി, ഈ സമയത്ത് നിങ്ങൾ ഭരണകർത്താക്കൾക്കെതിരിൽ ദുആ ചെയ്തതുകൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല. പിന്നെയോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? വലാകിൻ ഇസ്തഗിലു ബിദ്ദിക്രി വത്തളറുഇ ഇലയ്യ, നിങ്ങൾ ചെയ്യേണ്ടത് എന്നിലേക്ക് മടങ്ങുകയാണ്. എങ്ങനെ മടങ്ങണം? ദിക്ർ ചൊല്ലിക്കൊണ്ട് മടങ്ങണം. അതേപോലെ തന്നെ താഴ്മ ജീവിതത്തിൽ കൈമുതലാക്കിക്കൊണ്ട് എന്നിലേക്ക് മടങ്ങണം. അങ്ങനെ നിങ്ങൾ മടങ്ങിയാലോ അക്ഫിക്കും മുലൂക്കക്കും, നിങ്ങളുടെ രാജാക്കന്മാരെ നിങ്ങളുടെ വരുതിയിൽ വരുത്താൻ ഞാൻ തയ്യാറാണ് എന്ന് വിശുദ്ധമായ ഖുദ്സിയായ ഒരു ഹദീസിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നതായി ബഹുമാനപ്പെട്ട അബൂദർദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദ്ധരണിയായി റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ പ്രതിസന്ധികളെ മറികടക്കാൻ ഒരു മുഅ്മിനുണ്ടാവേണ്ട ഏറ്റവും നല്ല ആയുധം അത് ആയുധ ശേഖരണമല്ല, പിന്നെയോ അവൻ്റെ ആത്മീയമായ മുന്നേറ്റമാണ്.
അങ്ങനെ ഒരു ആത്മീയമായ മുന്നേറ്റമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനാണ് ഈ വിശുദ്ധമായ റമളാൻ നമ്മുടെ മുമ്പിലേക്ക് വന്നത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ അവൻ്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും, തഖ്വയുള്ളവനായാൽ അവൻ്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകുന്നതാണ് എന്ന് അതാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു, വെളിയങ്കോട്ടുകാരനായ കേരളക്കാരനായ ഒരു സൂഫി, മഹാനവറുകൾ ബ്രിട്ടീഷുകാരോട് സന്ധിയില്ല സമരം നയിച്ച പടനായകനാണ്. മഹാനവറുകളെ ബ്രിട്ടീഷ് പട്ടാളം പിടിച്ച് ചാവക്കാട് ജയിലിലടച്ചപ്പോൾ ഒന്നിലധികം തവണ പൂട്ടിയിട്ട ലോക്ക് ചെയ്യപ്പെട്ട അഴിക്കുള്ളിൽ നിന്ന് അത്ഭുതത്തോടുകൂടെ ജയിൽ വാർഡനെ കണ്ണുവെട്ടിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ ജയിൽ വാർഡൻ അറിയാതെ കറാമത്തിലൂടെ പുറത്തു പോകുന്നത് നമുക്കറിയാം. എന്താ കാരണം? ഉമറുൽ ഖാദി ബിലങ്കൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തുഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരുന്നു. തൻ്റെ ചരിത്രത്തിൽ കാണാം, ഹറാമായതൊന്നും, മറ്റൊരുത്തൻ്റെ ഭക്ഷണം, മറ്റൊരുത്തൻ്റെ സമ്പത്ത് അന്യായമായി ഒന്നും അധീനപ്പെടുത്താത്ത ഒരു ജീവിതശൈലിയായിരുന്നു ഉമറുൽ ഖാദിയുടേത്. അങ്ങനെയായിരുന്നു കഴിഞ്ഞകാല മഹാന്മാരുടേതൊക്കെയും. ഇന്ന് കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ഇടപാടുകളിലും ഒക്കെ മുസ്ലിം അടക്കം എല്ലാവരും പതനത്തിലേക്കും തകർച്ചയിലേക്കും വന്നപ്പോൾ സഹായത്തിനു പകരം നമുക്ക് അള്ളാഹു നൽകുന്നത് പരാജയമാണ്. ഇതിന് കാരണക്കാരാരാ? ഇതിന് കാരണക്കാർ നമ്മൾ തന്നെയാണെന്ന തിരിച്ചറിവോടുകൂടെ ഈ വിശുദ്ധമായ റമളാനിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം, ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം എന്നൊരു മുസ്ലിം കൈമുതലാക്കുന്നുവോ അന്ന് ഇത്തരം അപജയങ്ങൾക്കൊരു പരിഹാരമുണ്ടാവുകയുള്ളൂ. അള്ളാഹു എല്ലാവിധത്തിലും നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും എല്ലാ നന്മയിലും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും മർജിതർക്ക് അള്ളാഹു മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.